കുട്ടികൾക്ക് നേരെ വടിവാൾ വീശി ലീഗ് നേതാവിന്റെ മകൻ. ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് പട്ടാപ്പകൽ കുട്ടികൾക്ക് നേരെ വടിവാൾ വീശിയുള്ള ഭീഷണി. കുട്ടികളുടെ പരാതിയിൽ പ്രതി ഹാരിസിനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദാംശങ്ങൾ റിയ ബേബി നൽകും. റിയ, ഇത് എവിടെയായിരുന്നു സംഭവം? ഈ കുട്ടികൾ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ കളിക്കുകയായിരുന്നോ, അതോ നാട്ടിൻപുറത്തായിരുന്നോ? മോത്തി അണ്ടർ 70 ഫുട്ബോൾ മത്സരമാണ് മൂവാറ്റുപുഴയിൽ നടന്നത്. പല ക്ലബ്ബുകളും പങ്കെടുത്തുകൊണ്ടുള്ള മത്സരമായിരുന്നു. ഇതിനിടയിലാണ് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കത്തെ തുടർന്നാണ് ലീഗിന്റെ ഇപ്പോൾ സംസ്ഥാന നേതാവ് കൂടിയായ, മുമ്പ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൂടിയായ പി അമീർ അലിയുടെ മകൻ ഹാരിസ് വടിവാളുമായി എത്തി ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയത്. കുട്ടികൾക്ക് നേരെ വടിവാള് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, അതിന്റെ ശബ്ദമടക്കം നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലുണ്ട്. അത്തരത്തിൽ കുട്ടികൾക്ക് നേരെ വടിവാള് വീശിയുള്ള ഒരു ആക്രമണം ഉണ്ടായാലും ഒരു ഭീഷണിയായിരുന്നു. ഈ സംഭവത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകി. പരാതിയിൽ ആയുധം വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് ഹാരിസിനെതിരെ പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കും. ഈ സംഭവിച്ചത് ഹാരിസിന്റെ മകൻ ഉസ്മാനും ഈ ഫുട്ബോൾ കളിക്കുന്ന ടീമിലുണ്ടായിരുന്നു. റെഡ് കാർഡ് നൽകി മകനെ പുറത്താക്കി. പക്ഷേ താൻ പുറത്തായില്ല എന്ന് പറഞ്ഞ് ഉസ്മാൻ ആ ടീമിൽ തന്നെ തുടർന്നു എന്നതാണ് മറ്റു വിദ്യാർത്ഥികൾ, കളിയിലുണ്ടായിരുന്ന മറ്റാളുകൾ പറയുന്നത്. തുടർന്ന് ഇയാളെ നിർബന്ധമായി മറ്റവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇടപെട്ട് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയതിനെ തുടർന്നാണ് ഈ ഉസ്മാന്റെ അച്ഛൻ ഹാരിസ് ഇത് ചോദ്യം ചെയ്യാൻ അവിടെ എത്തുന്നത്. പക്ഷേ കയ്യിൽ വടിവാളുമായിരുന്നു എത്തിയത്. ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ ഭീഷണിപ്പെടുത്തുകയും ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് കുട്ടികൾ പരാതിയിൽ പറയുന്നത്. മൂവാറ്റുപുഴ പോലീസിലാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയത്. എന്തായാലും ലീഗ് നേതാവിന്റെ മകന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വടിവാള് ചൂണ്ടി കുട്ടികൾക്ക് നേരെ ഒരു ഭീഷണി ഉണ്ടായത്. ഇന്നലെ 2 മണിക്ക് മൂവാറ്റുപുഴ മാറാടിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അണ്ടർ 70 ഫുട്ബോൾ മത്സരത്തിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്.